നമസ്കാരം. അമേരിക്കയും പാകിസ്ഥാനും കരാറിലേർപ്പെട്ടു. അതായത് പാകിസ്ഥാൻ്റെ എണ്ണപ്പാട ശേഖരങ്ങൾ അമേരിക്കയും പാകിസ്ഥാനോട് ചേർന്ന് വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് വികസിച്ചു വരുമ്പോൾ ട്രംപ് പറയുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്, കാരണം വളരെ കുറച്ച് ദൂരം മാത്രം ഇന്ത്യക്ക് എണ്ണ കൊണ്ടുവരാനുള്ള കടത്തുവരി കൊടുത്താൽ മതി. പക്ഷേ അമേരിക്ക കാൽകുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രദേശം നന്നായിട്ടുണ്ടോ? ഇവിടെ പാകിസ്ഥാൻ്റെ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാൻ പോവുകയാണ്. കാരണം പാകിസ്ഥാൻ്റെ എണ്ണപ്പാട ശേഖരങ്ങൾ പ്രധാനമായിട്ടും കിടക്കുന്നത് ഒന്ന് ബലൂചിസ്ഥാനിലും പിന്നെ സിന്ധിലും കുറച്ച് പഞ്ചാബിൻ്റെ പ്രദേശങ്ങളിലുമാണ്. മെയിനായിട്ട് ഉള്ളത് സിന്ധിലും അതോടൊപ്പം ബലൂചിസ്ഥാനിലുമാണ്. ബലൂചിസ്ഥാനിൽ ഈ എണ്ണയും പ്രകൃതിവാതകം മാത്രമല്ല, ധാരാളം ധാതു സമ്പത്തുകൾ. ശരിക്കും പറഞ്ഞാൽ എണ്ണയേക്കാൾ ട്രംപ് ഉന്നം വയ്ക്കുന്നത് അവിടുത്തെ റെയർ എർത്തിലാണ്, ധാതു ലവണങ്ങളിലാണ്. കാരണം ചിപ്പ് നിർമ്മിക്കാനുള്ള ആ റെയർ എർത്ത് 90% നിയന്ത്രിക്കുന്നത് ഇന്ന് ലോകത്തിൽ ചൈനയാണ്. ചൈനയിൽ നിന്ന് അത് പഴയതുപോലെ സുഗമമായിട്ട് ഇനി അമേരിക്കയിലേക്ക് എത്തില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ ലക്ഷ്യമിട്ട് അതോടൊപ്പം തന്നെ യുക്രൈനുമായിട്ട് കരാറുണ്ടാക്കാനും ട്രംപ് നിർബന്ധിതമായത് ഇതിൻ്റെ ഈ ഒരൊറ്റ പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിലും ഈ സിന്ധിലും പഞ്ചാബിലും അമേരിക്ക ഏതെങ്കിലും എണ്ണ കമ്പനിയോ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവിടെ ഈ രണ്ട് പ്രവിശ്യകളും ഏതാണ്ട് സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ച അവസ്ഥയിലാണ്. ബലൂചിസ്ഥാൻ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇതിനകം തന്നെ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യ അത് അംഗീകരിക്കണം എന്ന് അവർ പെട്ടുകൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, പാകിസ്ഥാൻ പട്ടാളത്തിന് ബലൂചിസ്ഥാനിനകത്തേക്ക് കാലുകുത്താൻ വയ്യാത്തൊരവസ്ഥയാണ്. കാര്യം കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ നിലവിൽ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥയാണ്. മറ്റൊരു രാജ്യം പോലെ പ്രവർത്തിക്കുന്നൊരു. മാത്രവുമല്ല, ബലൂചിസ്ഥാൻ്റെ സംസ്കാരം തന്നെ വളരെ വിഭിന്നമാണ്. അവർ പറയുന്നത് ബലൂചിസ്ഥാൻ്റെ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ സിന്ധിലും ഈ എണ്ണപ്പാടങ്ങൾ അവർ ഇത് വികസിപ്പിക്കാൻ വരുന്ന സമയത്ത് ഇവിടെയെല്ലാം ഈ പ്രക്ഷോഭം ഉള്ളത് കാരണം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രക്ഷോഭകാരികൾ ഇവരെ നേരിടും. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ചൈന നേരിടുന്ന പ്രശ്നം അതാണ്. $9 ബില്യൺ പദ്ധതിയാണ് CPEC എന്ന് പറയുന്നത്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അത് മുഖ്യമായിട്ടും പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ്. ബലൂചിസ്ഥാനിൽ ഒരു എയർബേസ് ഉണ്ടാക്കി, അതുപോലെ ഗ്വാദർ എയർപോർട്ട് ഉണ്ടാക്കി. അതായത് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിലെ ജ്യൂവൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്വാദർ എയർപോർട്ടിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കപ്പലും എടുക്കുന്നില്ല, ഒരു എയർബേസിൽ ഒരു വിമാനവും വരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ മാത്രവുമല്ല, കഴിഞ്ഞ ഒരു 2023 ശേഷം 20 ചൈന തൊഴിലാളികളാണ് ബലൂചിസ്ഥാൻ BLA ആർമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച അസീം മുനീർ ബെയ്ജിങ്ങിൽ പോയിരുന്നു. ബെയ്ജിങ്ങിൽ പോയപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി പാകിസ്ഥാൻ അമേരിക്കയുടെ കയ്യിലായെന്ന്. അതോടുകൂടി തങ്ങളുടെ അയൺ ബ്രദർ എന്ന് വിശേഷിപ്പിച്ച ചൈന പാകിസ്ഥാനെ വിശേഷിപ്പിച്ച ആ സഹോദരനുമായിട്ടുള്ള സകലവിധ ബന്ധങ്ങളും ചൈന ഏതാണ്ട് അവസാനിപ്പിച്ച അവസ്ഥയിലാണ്. കാരണം അമേരിക്ക പാകിസ്ഥാനിലോ ബലൂചിസ്ഥാനിലോ എത്തിക്കഴിഞ്ഞാൽ ഇത് ചൈനയ്ക്കാണ് നേരിട്ടുണ്ടാവുന്ന ഭീഷണി. മാത്രവുമല്ല, ചൈനയുടെ ആ പ്രോജക്റ്റ് ഈ സാമ്പത്തിക ഇടനാഴി പണിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലച്ച അവസ്ഥയിലാണ്. അവിടെ ഇപ്പോഴും ചൈന തൊഴിലാളികളോട് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈന സന്ദർശിച്ച മുനീറിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു തൊഴിലാളി പോലും ഇനി മരിക്കാനിടവരരുത്, മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുന്നു. അവിടെ അസീം മുനീർ ഷീ ജിൻപിങ്ങിനെ കാണാൻ ശ്രമം നടത്തി നോക്കി, പക്ഷേ കാണാൻ പറ്റിയില്ല. വിദേശകാര്യ മന്ത്രിയെ മാത്രം കണ്ടിട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മുനീർ ചൈനയിൽ നിന്ന് മടങ്ങിയത്. കാരണം അത് വ്യക്തമായൊരു സൂചനയാണ്. കാരണം അമേരിക്കയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു
പാകിസ്ഥാൻ. സ്വാഭാവികമായിട്ടും ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക ഇങ്ങോട്ട് വരുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇതേപോലൊരു നിർണായകമായ സ്ഥലം, കാര്യം ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ഈ അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും ഉതകിയ പ്രദേശമാണ് ഈ പാകിസ്ഥാനും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഏരിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അങ്ങനെ വിവിധ ലക്ഷ്യങ്ങളിട്ടുകൊണ്ടാണ് ഈ അമേരിക്ക പാകിസ്ഥാനിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനിലെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അവസരമാണ്. കാരണം ഇത് എണ്ണപ്പാടങ്ങൾ വരുന്നു, ഗൾഫ് മേഖല പോലെ, ഗൾഫ് രാജ്യങ്ങൾ പോലെ ഇതാ പാകിസ്ഥാനും മാറാൻ പോകുന്നു എന്ന ഒരു നറേറ്റീവിലൂടെ പാകിസ്ഥാൻ ജനതയെ കയ്യിലെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബലൂചിസ്ഥാനിൽ ചൈന അവിടെ ഇക്കണോമിക് കോറിഡോർ പണിയുന്നത് അമേരിക്കക്കാരുടെ വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി ഒരിക്കലും കൊടുക്കില്ല എന്നറിയാം. അത് അവിടെ തന്നെ അമേരിക്കയുടെ സേനയും അതോടൊപ്പം ചൈനയുടെ തൊഴിലാളികളും. എന്തായാലും അമേരിക്കയുടെ സേനയുടെ മുമ്പിലേക്ക് ചൈന വെറുതെ തൊഴിലാളികളെ എറിഞ്ഞു കൊടുക്കത്തില്ല. മാത്രവുമല്ല, ചൈന അവിടെ നിർമ്മിച്ച ഇക്കണോമിക് കോറിഡോർ $9 ബില്യൺ, അതും അവർ വെറുതെ ഇട്ട് പോരില്ല. അപ്പം ചൈനയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുനീർ വിചാരിക്കുന്നത് അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കി ഇന്ത്യയെ നേരിടാമെന്നുള്ളതാണ്. പക്ഷേ ഇതിലൂടെ എല്ലാം സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ പാകിസ്ഥാൻ എന്ന രാജ്യം ഒന്നാമത് പല തുണ്ടുകളായി വിഭജിക്കപ്പെടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അസ്തിത്വം പോലും അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് ഈ പുതിയ കരാർ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല.